ആപ്പ് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ ലോഗിൻ ചെയ്ത് കിടക്കുന്നതുകൊണ്ട് ഇങ്ങനെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ മൈ കോഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും ബോട്ടത്തിൽ മൈ കോഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കിടക്കുന്നുണ്ട്. അവിടെ ഏറ്റവും ടോപ്പിലായിട്ട് അവിടെ 3 ലൈൻ കിടക്കുന്നുണ്ട്. അതിൽ പോയി ടച്ച് ചെയ്യാം. അവിടെ നമുക്ക് സ്വിച്ച് കോഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കും. അവിടെ നമ്മൾ എൻറോൾ ചെയ്തിട്ടുള്ള എല്ലാ കോഴ്സസും ഇങ്ങനെ കാണിക്കും. എൻറോൾ ചെയ്യണത് എങ്ങനെയാണെന്നൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ എല്ലാ കോഴ്സും തന്നെ നമുക്ക് എൻറോൾ ചെയ്തിടാം. അങ്ങനെ നമ്മൾ എൻറോൾ ചെയ്ത കോഴ്സുകൾ ഇപ്പം എനിക്ക് +1 സയൻസ് ആണ് കാണേണ്ടത്. ഞാനത് സെലക്ട് ചെയ്തു, സബ്മിറ്റ് കൊടുത്തു. സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് വീഡിയോ ലെസൺസ് ഇവിടെ ഇങ്ങനെ വരും. ആദ്യം തന്നെ വന്നിരിക്കുന്നതൊക്കെ നോക്കുക. ഇവിടെ എല്ലാ സബ്ജക്റ്റുകൾ വന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഇംഗ്ലീഷും വന്നിട്ടുണ്ട് അല്ലേ, +1-ൻ്റെ. അപ്പോൾ ഫിസിക്സ് എടുത്തു. ഫിസിക്സ് 15 ചാപ്റ്റേഴ്സാണ് ടോട്ടലുള്ളത്. നമുക്കിവിടെ ഇങ്ങനെ ചാപ്റ്റേഴ്സ് കാണാം. അതിൽ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ നമ്മളെടുക്കുകയാണ്. ആദ്യത്തെ ചാപ്റ്റർ നമ്മളെടുത്തു. അതിൽ ഒരു വീഡിയോ നമുക്കിവിടെ ഓപ്പൺ ആയിരിക്കും. ഓക്കെ, അവിടെ അത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ നമുക്കെല്ലാം ലോക്കായിട്ടായിരിക്കും കാണുന്നത്. ക്ലിയർ ആയാലോ? ഇങ്ങനെയാണ് നമ്മൾ ഓരോ കോഴ്സുകൂടെ എടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത കോഴ്സ് എടുത്ത് നോക്കാം. ഇപ്പം നമ്മൾ +1 ആണ് എടുത്തത് അല്ലേ. ഇപ്പം നമുക്ക് CBSE ഒന്ന് എടുത്ത് നോക്കാം. CBSE 10th എടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ കോഴ്സുകൾ നമ്മൾക്ക് കിട്ടി. സ്വിച്ച് കോഴ്സിൽ പോയി CBSE നമ്മൾ ടച്ച് ചെയ്തു. ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് 46 വീഡിയോ ഇംഗ്ലീഷിൻ്റെ കിടപ്പുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് അതിൻ്റെ 11 ചാപ്റ്റേഴ്സ് ഉണ്ട്. ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ ടച്ച് ചെയ്തു. അവിടെ ഒരു വീഡിയോ സ്ക്വയർ കണ്ടോ, അത് ഓപ്പണാണ്. ആ ഒരു ലോക്കിൻ്റെ ഇതുള്ളത് അത് ലോക്കാണ്. അത് നമുക്ക് പർച്ചേസ് ചെയ്തവർക്ക് മാത്രമാണ് നമുക്കത് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് എൻ്റെ ഫോണിനകത്ത് ഇപ്പോൾ കോഴ്സ് പർച്ചേസ് മാട്രിക്സ് ആണുള്ളത്. അപ്പോൾ കോഴ്സ് പർച്ചേസ് മാട്രിക്സ് ആയതുകൊണ്ട് മാട്രിക്സ് ഒന്ന് എടുത്ത് നോക്കാം. മാട്രിക്സ് ഞാൻ സെലക്ട് ചെയ്തു, കൊടുത്തു. അവിടെ എനിക്ക് മാട്രിക്സിൻ്റെ മാത്സ് ഫണ്ടമെൻ്റൽസ് 56 വീഡിയോയും ട്രിക്സിൻ്റെ 50 വീഡിയോ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ വർക്ക് നടക്കുന്നുള്ളൂ. ഷൂട്ടും മറ്റു കാര്യങ്ങളും നടക്കുന്നു. അത് ഇനിയും ഇതിനകത്ത് 500ഓളം ടോട്ടൽ ട്രിക്സിൻ്റെ വീഡിയോ വരുന്നുണ്ടാവും. അതുകൂടാതെ 5 to 12th വരെയുള്ള CBSEയുടെയും സ്റ്റേറ്റിൻ്റെയും സിലബസിലുള്ള ചാപ്റ്റേഴ്സ് എല്ലാം വരുന്നതായിരിക്കും. വീഡിയോ രീതിയിൽ വരും. കൂടാതെ പിന്നെ ഇതിനകത്ത് നമുക്ക് എന്തും കൂടെ കയറുന്നുണ്ടാവും. നമുക്ക് PDF രൂപത്തിലുള്ള ചാപ്റ്റേഴ്സ് കയറും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അത് നമ്മുടെ നെക്സ്റ്റ് അക്കാഡമിക് ഇയർ ആകുമ്പോഴത്തേ അത് ഫുള്ളാവുള്ളൂ. പക്ഷേ ഇത് ഓരോ മാസം ഇത് ഇതിനകത്തേക്ക് ആവുന്ന വീഡിയോസ് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം നമുക്കത് കിട്ടിക്കോളും. ഇപ്പം നമുക്ക് നിലവിൽ കിട്ടുന്നത് ഇത്രയാണ്. അപ്പം നമുക്കതൊന്ന് നോക്കി നോക്കാം. ട്രിക്സിൻ്റെ വീഡിയോ ഞാൻ സെലക്ട് ചെയ്തു. അപ്പം ട്രിക്സിൻ്റെ വീഡിയോ 50 എണ്ണമാണ് അതിനകത്ത് കിടക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഇവിടെ സ്ക്വയർ കിടക്കുന്നുണ്ട്, അത് ഓപ്പൺ ആയിരിക്കും. രണ്ടാമത്തെയും ഓപ്പണാണ്. എന്നാൽ മൂന്നാമത്തെ ഇപ്പം എല്ലാം ഓപ്പണാണ്. ഇപ്പം നമ്മളിപ്പോൾ കാരണം ഇത് പർച്ചേസ് ചെയ്താണല്ലോ, 50 എണ്ണം ഓപ്പണാണ്. ഇനിയിപ്പോൾ അതിനകത്തെ മാത്സ് ഫണ്ടമെൻ്റൽസ് പോയാലോ, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും എടുത്തു വെക്കാം. അൽജിബ്ര എല്ലാം ഓപ്പണാണ്. ഇത് പർച്ചേസ് ചെയ്ത ആളുകൾക്ക് അല്ലെങ്കിൽ ഇത് ഓപ്പണായി കിട്ടിയ ആളുകൾക്ക് ഇങ്ങനെയാണ് നമുക്ക് കാണാം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ അത് പർച്ചേസ് ചെയ്യാത്ത പ്രോഡക്റ്റ് നമ്മുടെ ആപ്പിൽ ആക്ടിവേഷൻ ആവാത്ത പ്രോഡക്റ്റുകൾ നമുക്ക് ആദ്യത്തെ ലെസൻ്റെ ഒരു വീഡിയോ വെച്ച് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ ഇപ്പം നമ്മുടെ എല്ലാ ആളുകളും മാട്രിക്സ് ആണല്ലോ ഇപ്പം ലഭിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മളുടെ CBSE 10th കൊടുക്കാം, +1 കൊടുക്കാം, +2 കൊടുക്കാം. ഇപ്പൊക്കെ നല്ല സമയമാണ് അല്ലേ, അതൊക്കെ നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ. അതുപോലെ JEE NEET ഇതൊക്കെ എൻട്രൻസ് ഒക്കെ നമുക്ക് കൊടുക്കാം. ഇവിടെ നമുക്ക് മാട്രിക്സ് എന്ന് പറയുന്ന ഒരു കോഴ്സ് മാത്രമേ ഫുള്ളാവാത്തതുള്ളൂ. ബാക്കി എല്ലാ കോഴ്സും എന്താണ്, എല്ലാം അതിൻ്റെ വർക്ക് കഴിഞ്ഞ് അതിൻ്റെ എല്ലാ വീഡിയോ അപ്ലോഡറാണ്. ഓക്കെ, താങ്ക് യു.